എൻ്റെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കൂടുതലായി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സുഹൃത്തുണ്ട്. അയാൾ എവിടെ നിന്നോ എൻ്റെ ഒരു പ്രഭാഷണം കേട്ട് അതിനുശേഷം ആ പ്രഭാഷണങ്ങൾ പലർക്കും അയച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് എൻ്റെ കൗമാരത്തിൽ ഈ മെമ്മറി കാർഡുകൾ വാങ്ങി അശ്ലീലങ്ങൾ കാണുക എന്നുള്ളത് എനിക്കൊരു സ്വഭാവമായിരുന്നു. അവസാനം എൻ്റെ ജോലി തന്നെ അതായി. ഈ പോൺ സൈറ്റുകളും അശ്ലീലങ്ങളും കാണലായിരുന്നു എൻ്റെ തൊഴിൽ. അവസാനം അതിൽ നിന്നു രക്ഷപ്പെടാൻ, ഒരു അഡിക്ഷനാണല്ലോ, ഞാൻ എല്ലാ വഴിയും നോക്കി, എനിക്ക് കഴിയാതെ വന്നു. അവസാനം ഞാനതിനൊരു പരിഹാരം തേടി നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ പ്രഭാഷണം കേൾക്കുന്നത്. എന്തായിരുന്നു ആ പ്രഭാഷണത്തിൽ ഉണ്ടായിരുന്നത്? നമ്മൾ രാവിലെ 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് നിങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് പരീക്ഷിക്കേണ്ട കാര്യമാണ്. പോൺ സൈറ്റുകളിൽ പെട്ടുപോയ ആളുകൾ, മാസ്റ്റർ ബാഷിൽ കുടുങ്ങിപ്പോയ ആളുകൾ, ലഹരികളിൽ പെട്ടുപോയ ആളുകൾ, അവിഹിതമായ പ്രണയങ്ങളുള്ളവർ, നിങ്ങൾക്കൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു പരീക്ഷണമാണ്. സാധ്യമാകുമെന്ന് ഉറപ്പാണ്. കാരണം ഇത് അള്ളാഹുവിൻ്റെ വഹീനാൽ റസൂലുള്ള പറഞ്ഞ വാക്കുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ഈ ഒരു ദിക്ർ, ഏറ്റവും ഉന്നതമായ ഒരു ദിക്ർ 100 പ്രാവശ്യം രാവിലെ ഒരാൾ പറയുകയാണെങ്കിൽ വകാനതു ലഹു ഹിർസം മിനശ് ശൈത്താൻ യൗമഹു ദാലിക ഹത്താ യുംസിയ, വൈകുന്നേരമാകുന്നത് വരെ പിശാചിൻ്റെ നിന്നുമുള്ള ഒരു സംരക്ഷണം, പിശാചിൽ നിന്നുള്ളൊരു സംരക്ഷണം അയാൾക്കുണ്ടാകുമെന്നാണ്. ശൈത്താനാണ് എല്ലാ തിന്മയിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. സാധിക്കും സുഹൃത്തുക്കളെ, നിർത്താൻ കഴിയും. എൻ്റെ ഈ വാക്കുകൾ കേട്ട നിങ്ങൾ ഓരോരുത്തരും നാളെ, ഇന്ന് വൈകുന്നേരം ഒരു പക്ഷേ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലിയാൽ പിശാചിന്ന് സംരക്ഷണം കിട്ടും. തെറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ അള്ളാഹുവോട് രക്ഷ ചോദിക്കുക, ശൈത്താനിൽ നിന്ന് കാവൽ ചോദിക്കുക എന്നത് പ്രധാനമാണ്.